ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ടോ, ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ ബൈ ദ വേ ഇവിടെ പാലൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് കോളേജ് വിട്ട് വന്നിട്ട് നമുക്ക് ഭയങ്കര എന്തെങ്കിലും കഴിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഒരു പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനും അച്ഛനും കൂടി വന്നാണ്. തൊട്ടടുത്താണ്, അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ഈവനിങ് സ്നാക്കിന് വേണ്ടി ഞാനും അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനാണ് ID കൊണ്ടുവന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും പ്രിൻ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. വേഗം തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ സവാള, പിന്നെ പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ് കേട്ടോ. മെയിൻ ഐറ്റം ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ ചൂടാക്കി വെച്ചതാണ്. ഫസ്റ്റ് നിങ്ങൾ കണ്ടത് ചൂടാക്കി വെച്ച സമയത്താണ് ഞങ്ങൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. കുറച്ച് നേരം വേണമല്ലോ ചൂടാറാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചതച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും സവാളയൊക്കെ നല്ലപോലെ കുനുകുനാന്ന് അരിയാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അരിയാം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ നമ്മൾ ഇതിലാണ് കേട്ടോ വെക്കുന്നത്. ചിലവർ പാനിലൊക്കെയാണ് വെക്കുക. നമ്മൾ ഇതിലാണ് വെക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ സാധനം പച്ചമുളക്, സവാള, ഇഞ്ചി ഇതൊക്കെ ഇടാം കേട്ടോ. നമുക്കൊരു വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം വെളുത്തുള്ളിയോ പിന്നെ വേണമെങ്കിൽ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഞങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതാണ് ഇട്ടത്, സാധാരണ ഇഞ്ചി ഇട്ടത്. പിന്നെ അതിന് ശേഷം നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അവിടെ വേണം നമ്മൾ ചെയ്യണം. അതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കേട്ടോ, നിങ്ങളനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൂടിയും ചെയ്തിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെയാണ് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് കേട്ടോ. ആ കളറൊക്കെ മാറി നല്ലപോലെ മാറേണ്ട കളർ, കുറച്ച് അത്യാവശ്യം കളർ മാറുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോലെ അതിന് ശേഷം മഞ്ഞപ്പൊടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ മെയിൻ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര ആൾക്കാർക്ക് വേണമെന്നനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 എടുത്തത്. സവാള ഇതുപോലെ ഒരു 2 എടുത്തത് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ശേഷം നമ്മൾ ചാറ്റ് മസാല, പിന്നെ മുളക് പൊടിയിൽ വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഉപ്പ്, അങ്ങനെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇടാം കേട്ടോ. ചാറ്റ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഞങ്ങൾ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക. ഇങ്ങനെ ബ്രെഡിലാണ് നമ്മുടെ ഐറ്റം. അതിൽ ഈ മസാല വെക്കുക കേട്ടോ ഗൈസ്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഒരു രസം. പിന്നെ നിങ്ങൾക്ക് സോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതും കൂട്ടി കഴിക്കുക കേട്ടോ. നല്ല രസമാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാനാണ് ഇട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ മറിച്ചിടെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോകുന്നു. പക്ഷേ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് പൊട്ടേറ്റോ സാൻഡ്വിച്ച് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസിനെ സപ്പോർട്ട്